അപ്പോൾ ഈ കൃഷികൾ എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പദ്ധതിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ ഇനി? വിപുലീകരിക്കാനുള്ള പരിപാടിയുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ലഭിക്കാണ്. അത് ശരി, ഓക്കെ. എന്തായാലും ഇതുപോലുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സഹായം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാൻ സാധിച്ചത്. പല വീടുകളും ഞാൻ സന്ദർശിച്ച സമയത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങനെ പ്രത്യേകം അവർക്ക് ഓരോ പല സ്കീമുകളിലായിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലുണ്ട്. അവർ മോണിറ്റർ ചെയ്യുന്നതിലുമുണ്ട്. അവരുടെ കൃഷി തുടക്കം മുതൽ അവസാനം വരെയൊക്കെ പോയി മോണിറ്റർ ചെയ്യുന്നതും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ ആന്ധ്രയിൽ നിന്ന്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തുടർന്നും വിപുലീകരിക്കാനുള്ള പദ്ധതിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ജൈവ കൃഷികൾ എല്ലാവരും കഴിയുന്നതും അവരുടെ വീടുകളിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കൂടുതലും കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഫുള്ളും രാസവളം ഉപയോഗിച്ച് കൊണ്ടുള്ളതാണ്. അതുമാത്രമല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് തന്നെ മോശമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ്. പലരും പറഞ്ഞ് കേൾക്കാത്ത പോലുള്ള പലതരം അസുഖങ്ങളും ഇന്ന് വ്യാപിച്ചു വരികയാണ്, അല്ലേ? അതെല്ലാം നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കൃഷികൾ നാം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വീടുകളിലും ഇതുപോലെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അയൽപക്ക വീടുകളിലും ബന്ധുക്കളിലും